ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 6ാമത്തെ യൂണിറ്റ് ഏതാണ്? മാനത്തോളം. അതിലുള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേരെന്താണ്? വീട്ടിൽ പോണം. ഇവിടെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് വായിക്കാം. ഭൂമി എല്ലാ ജീവികളുടേതുമാണ്. എന്നാൽ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരുടേതായ വാസസ്ഥലവും ഉണ്ട്. സ്വന്തം ഇടം നഷ്ടപ്പെട്ട ഒരു ചങ്ങാതിയുടെ കഥ വായിക്കൂ. അപ്പോൾ ആരുടെ കഥയാ നോക്കാല്ലേ? വീട്ടിൽ പോണം. വൈകുന്നേരമായാൽ കുളത്തിൻ്റെ കരയിൽ ആരും ഉണ്ടാവില്ല. സ്കൂൾ വിട്ടു വന്നാൽ ശൈല എന്നും കുളക്കടവിൽ വന്നിരിക്കുന്നത് പതിവാണ്. അപ്പോൾ ഈ കുട്ടിയുടെ പേരാണ് എന്ത്? ശൈല അല്ലേ? അവൾ എന്നും സ്കൂൾ വിട്ട് വന്നാൽ വൈകിട്ട് ഈ കുളക്കടവിൽ വന്നിട്ട് ഇരിക്കും. അവൾക്ക് കൂട്ടുകാർ ആരുമില്ല. അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരൽമീൻ വന്ന് അവളെ നോക്കി ചിരിച്ചത്. പിന്നെ അത് പതിവായി അല്ലേ മക്കളെ? വൈകുന്നേരം എന്നും ഈ കുളക്കടവിൽ വന്നിരിക്കും. പക്ഷെ അവൾക്ക് കൂട്ടുകാരാരും ഇല്ലല്ലേ? അങ്ങനെ അവൾ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു പരൽമീൻ വന്നിട്ട് അവളെ നോക്കി ഇങ്ങനെ ചിരിക്കും. പിന്നെ ദിവസവും വന്നിട്ട് ചിരിക്കൂലേ? അതൊരു പതിവായി. പിന്നീട് ചിരി മാത്രമല്ല, ശൈല പരൽമീനിനോട് സ്കൂൾ വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കും. തിന്നാൻ കിട്ടിയതിലൊരു പങ്ക് പരലിനു വേണ്ടി അവൾ പാത്തു വെച്ച് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ശൈലയുടെ തീറ്റ സാധനങ്ങൾ തിന്നും നാട്ടുവിശേഷങ്ങൾ കേട്ടും അവർ വലിയ കൂട്ടായി. ഒരു ദിവസം പോലും അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ കഴിയാതായി. പരലിനെ വിട്ട് ശൈല എങ്ങും പോവില്ല, വിരുന്നിന് പോലും. വൈകുന്നേരമായാൽ ശൈലയുടെ വിശേഷങ്ങൾ കേൾക്കാൻ പരൽ കാത്തു കിടക്കുന്നത് പതിവായി. അവളുടെ വർത്തമാനങ്ങൾ പരലിന് മനസ്സിലായിരുന്നതുപോലെ. പരലിൻ്റെ ചുണ്ടനക്കങ്ങൾ ശൈലയ്ക്ക് മനസ്സിലാവുമായിരുന്നു. തൻ്റെ വീട് കാണണമെന്ന പരലിൻ്റെ മോഹം അങ്ങനെയാണ് ശൈല തിരിച്ചറിഞ്ഞത്. അപ്പം എന്താ മക്കളെ, അവരിങ്ങനെ വർത്താനം പറയാൻ തുടങ്ങിയില്ലേ? ഓരോ കഥകൾ, വീട്ടുകഥകളും നാട്ടുവിശേഷങ്ങളും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഒരു ദിവസം പോലും ശൈലയ്ക്കും പരൽമീനിനും കാണാൻ പറ്റാതിരിക്കാൻ ഇതായില്ലേ? എന്നും അവർക്ക് കാണണം. എന്നിട്ട് ശൈല എന്താണ്, ഒരു വിരുന്നിന് പോലും പോവില്ല. അങ്ങനെ ഇവരുടെ രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സംസാരങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അതിൽ നിന്നാണ് ശൈലയ്ക്ക് എന്ത് മനസ്സിലായത്? പരലിന് തൻ്റെ വീട് കാണണമെന്നുള്ള മോഹമുണ്ട് എന്നുള്ളത് അല്ലേ? ഇനി എന്താ നോക്കാം. ഒരു നാൾ പരലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശൈല അവളെ ഒരു കുപ്പിയിലാക്കി വീട്ടിലെ ജനൽപ്പടിയിൽ ഒളിപ്പിച്ചു വെച്ചു. പരൽ അവിടെ ഇരുന്ന് ശൈലയുടെ വീട്ടുവിശേഷങ്ങൾ കണ്ടു. അവളുടെ അമ്മയെ കണ്ടു, അച്ഛൻ്റെ തമാശകൾ കേട്ടു, ടിവിയിലെ പാട്ടും കളിയും കണ്ടു. അവളുടെ കളിപ്പാട്ടങ്ങൾ കണ്ടു, ഉടുപ്പുകൾ, വളകൾ, പൊട്ടുകൾ എല്ലാം കുപ്പിയിൽ കിടന്നു കണ്ടു. അത്താഴം കഴിക്കുന്ന നേരത്ത് ആരും കാണാതെ 1-2 വറ്റുകൾ ശൈല വിരുന്നുകാരിക്ക് കുപ്പിയിൽ വിളമ്പി. അല്ലേ? വീട്ടിലെത്തിയില്ലേ? അത് പരൽമീൻ അവസാനം. എന്നിട്ട് ശൈലയുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം നേരിട്ട് കാണുകയാണ്. അങ്ങനെ ശൈല കൊടുത്ത 1-2 വറ്റൊക്കെ പരൽ സന്തോഷത്തോടെ കഴിച്ചു. വീട്ടിലെ കളിതമാശകളെല്ലാം കണ്ട് പരലിൻ്റെ മനം നിറഞ്ഞു അല്ലേ? മനം നിറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. കിടക്കുന്നതിന് മുമ്പ് ശൈല വന്നു ഗുഡ് നൈറ്റ് പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ വീട്ടിലെ വിളക്കുകളെല്ലാം അണഞ്ഞു. അപ്പോൾ എല്ലാവരും ഉറങ്ങിയില്ലേ? എല്ലാവരും ഉറക്കത്തിലായിരുന്ന സമയത്താണ് ഒട്ടും പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ട് വീട് ഞെട്ടിയത്. വീട്ടിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു. പതിവില്ലാതെ ശൈലയും ഉണർന്നു. അച്ഛനും അമ്മയും എത്ര തിരഞ്ഞിട്ടും ശബ്ദം എവിടുന്നാണെന്ന് കണ്ടെത്താനായില്ല. പക്ഷേ പരലിൻ്റെ അടുത്ത് ചെന്ന ശൈലയോട് അവൾ കരഞ്ഞു പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എഴുതിയിരിക്കുന്നത് എം കൃഷ്ണദാസ്. അപ്പം നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കഥയിലെ ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രീകരിച്ച് നിറം കൊടുക്കൂ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം മക്കൾ ചിത്രീകരിച്ച് കളറ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി ശൈലയും പിന്നെ പരൽമീനുമായിട്ട് സംസാരിച്ചിരിക്കുന്നതോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് വരയ്ക്കാം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടായിരിക്കാം പരൽമീൻ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത്? ചർച്ച ചെയ്യൂ. ഏത് ജീവിക്കായാലും അവർ സ്വസ്ഥമായി വസിക്കുന്ന ഒരു ഇടമുണ്ട്. അവിടെ കഴിയാനാണ് അവർ ഇഷ്ടപ്പെടുക. പരൽമീനിൻ്റെ വീട് കുളമാണ്. അവിടെ കഴിയുമ്പോൾ ഉള്ള സന്തോഷം പരൽമീന് വേറെ എവിടെയും കിട്ടില്ല. താമസ സ്ഥലം പറിച്ചു നടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത ചോദ്യം, സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുന്ന വേറെയും ജീവികളുണ്ടല്ലോ. സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ.
കൂട്ടിലകപ്പെട്ട തത്ത അവിടുത്തെ ചെറിയ കുട്ടി അച്ചുവിന് എഴുതുന്ന കത്ത്. തത്ത വയലോരം. പ്രിയപ്പെട്ട അച്ചുവിന്, ഞാൻ മിന്നു തത്ത. എനിക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ കുറച്ച് ദിവസങ്ങളായി ഈ കൂട്ടിലിട്ടിരിക്കുകയാണ്. എന്നെ നന്നായി നോക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്. പക്ഷേ സ്വന്തം വാസസ്ഥലമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പറന്നു നടക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ തന്നെ. നിങ്ങളെപ്പോലെ സ്വതന്ത്രമായി ജീവിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് ഈ കൂട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല. നീ വീട്ടുകാരോട് പറഞ്ഞ് എന്നെ തുറന്നു വിടണം. ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനുമൊപ്പം താമസിക്കാം, നിന്നെപ്പോലെ. ഇടയ്ക്ക് നിങ്ങളെ കാണാൻ വരാം. എൻ്റെ വേദന നീ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. സ്നേഹത്തോടെ, മിന്നു തത്ത. അപ്പോൾ മക്കളെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗം. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്പോൾ കമൻസ് ഇടാൻ പറ്റുന്നില്ല. ആദ്യത്തെ കുറച്ച് വീഡിയോസിലൊക്കെ കമൻസ് ഇടാൻ പറ്റും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.